ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സീക്രട്ട് ഓഫ് സ്വീറ്റ് റെസിപ്പീസ്. ഇന്നൊരു വെറൈറ്റി വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരേ സമയത്ത് ഒരു ബാറ്റർ ഉപയോഗിച്ച് റസ്കും ബന്നും എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. വീഡിയോ മുഴുവനും കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റസ്കും ബന്നും ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളത്തിൽ നിന്നും 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഈസ്റ്റ് കുതിരാനായി മാറ്റി വെക്കാം. ഇനി അടുത്തൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 നുള്ളു ഉപ്പ്, ബാക്കിയിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈസ്റ്റ് നല്ലതുപോലെ കുതിർന്നു. ഇനി ഇത് മൈദയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന ചൂടുവെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് മൂടി വെക്കാം. 2 മണിക്കൂറെങ്കിലും പൊങ്ങാനായി മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് നല്ലതുപോലെ ഇട്ട് കുഴച്ചെടുക്കുക. ഇത് പീസായി കട്ട് ചെയ്യാം. ഇനി ഓരോ പീസ് എടുത്ത് കയ്യിൽ വെച്ച് നല്ലതുപോലെ ഉരുട്ടിയെടുക്കുക. ഹോൾസ് എല്ലാം ഉള്ളത് ഇങ്ങനെ അടച്ചടച്ച് കൊടുക്കണം. ഇങ്ങനെ ഫില്ല് ചെയ്ത് നല്ലതുപോലെ ഉരുട്ടിയെടുക്കുക. ഞാനിവിടെ ചെറിയ ബന്നാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് വലിയ അളവെടുക്കാവുന്നതാണ്. ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് അതിൽ തയ്യാറായ മാവ് വെച്ച് കൊടുക്കാം. ഇതിനി 15 മിനിറ്റ് മൂടി വയ്ക്കുക. ഇത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബന്ന് തയ്യാറായി. ഇനി ഇതിന് മുകളിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്മൂത്ത് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ വളരെ ചെറിയൊരു ബന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റസ്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി വയ്ക്കുക. ഇനി ഇത് 180 ഡിഗ്രിയിൽ
30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റസ്ക് എല്ലാം ഇവിടെ തയ്യാറായി. എന്തുമാത്രം ഇത് ഹാർഡാണെന്ന് നോക്കൂ. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഹാർഡാണ്. ഇനി ബന്ന് ഇതാ മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതിനകം നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. റസ്കിൻ്റെയും ബന്നിൻ്റെയും റെസിപ്പി ഞാൻ ആദ്യമായാണ് ചെയ്യുന്നത്. എനിക്കിത് ഫ്ലോപ്പ് ആവാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഫ്ലോപ്പ് ആവാതെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.